ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും ഒരു ശതാധിപൻ ഈശോയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, എൻ്റെ ഭൃത്യൻ സുഖമില്ലാതെ കിടക്കുക. ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 ഭൃത്യന്മാരുള്ള വ്യക്തിയാണ്. 100 ഭൃത്യന്മാരുണ്ടായിരിക്കെ ഒരു ഭൃത്യൻ വേദന അനുഭവിക്കുന്നതായിട്ട് കണ്ടപ്പോൾ, അസുഖമായിട്ട് കിടക്കുക കണ്ടു കഴിഞ്ഞപ്പോൾ, ആ ഭൃത്യന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ വേണ്ടി ഈ ശതാധിപൻ, ഈ അധിപൻ ഈശോയുടെ അടുത്തെത്തുക. നോക്കിക്കുക ആ വ്യക്തിയുടെ സ്നേഹം എത്രത്തോളമാണ്, ആ വ്യക്തി തൻ്റെ ഭൃത്യന് നൽകുന്ന പരിഗണന എത്രത്തോളമാണെന്ന്. ഈശോ ആ വ്യക്തിയോട് ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 7-ാം തിരുവചനം. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഈശോ അപ്പം തന്നെ മറുപടി കൊടുക്കാം, നീ പേടിക്കണ്ട, ഞാൻ വരാം, ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. തൻ്റെ ഭൃത്യനെ ഇത്രമാത്രം പരിഗണിക്കുന്ന ശതാധിപനെ കണ്ടപ്പോൾ ഈശോ അതിനേക്കാൾ ഏറെ ഒരു പരിഗണന ഈ ശതാധിപന് കൊടുക്കുകയാണ്. ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം, ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരാം, ഞാൻ നിൻ്റെ ഈ അപേക്ഷയ്ക്ക് ഉത്തരം നൽകാം. പ്രിയമുള്ളവരെ, എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിക്കുവാനായിട്ടാണ് നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുക. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എല്ലാവരെയും പരിഗണിക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. നീ എല്ലാവരെയും തുല്യമായിട്ട് പരിഗണിച്ചാൽ, ആരെയും മാറ്റി നിർത്താതെ, സ്റ്റാറ്റസ് നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് നീ തയ്യാറായാൽ, നിൻ്റെ ജീവിതത്തിലേക്ക് നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കർത്താവ് കടന്നു വരും. നിൻ്റെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകും. നിൻ്റെ വിലാപങ്ങളെ അവിടുന്ന് കാണും. നിൻ്റെ സ്നേഹം എല്ലാവരിലേക്കും പെയ്തിറങ്ങുന്നതാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നിന്നിലേക്കും നിൻ്റെ ചുറ്റുപാടുകളിലേക്കും ധാരാളമായിട്ട് പെയ്തിറങ്ങും. അതനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഒന്നുപോലെ ഉൾക്കൊള്ളുവാനായിട്ട്, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടതായ കൃപകൾ, നന്മകൾ, സംരക്ഷണം എല്ലാം നൽകി അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.